ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് നൗഫ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസുകളിലായിട്ട് മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മാർക്കിലും എങ്ങനെയാണ് ആ ആൻസർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ കൂടുതൽ മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് 30 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും 31 to 45 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. 31st question is look at the following number pattern. അപ്പോൾ നമുക്കൊരു നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 etc. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ദിസ് പാറ്റേൺ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പോയെന്ന് നോക്കണം. ആദ്യം 1 വന്നു, ദെൻ 2 3 5 3 നമ്പേഴ്സ് ഉള്ളത് അടുത്ത ലൈനിൽ, ദെൻ 5 6 7 8 9 ദാറ്റ് ഇസ് 1 2 3 4 5 നമ്പേഴ്സ് ഉള്ളത് അടുത്തതിൽ. അപ്പോൾ ഇവിടെ ഒരു നമ്പർ, ഇവിടെ 3, ഇവിടെ 5. അപ്പൊ നെക്സ്റ്റ് എങ്ങനെ വരും? അപ്പൊ നെക്സ്റ്റ് വരുന്ന നമ്പർ സീക്വൻസ് ഓഫ് നമ്പേഴ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 7. ഓക്കെ, അപ്പൊ നമുക്ക് അത് എടുത്ത് എഴുതാം. 10 11 12 13 14 15 16 ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തന്നെ റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ദിസ് പാറ്റേൺ ആണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലൈൻ ഓഫ് ദ പാറ്റേൺ എന്താണ്? 10 11 12 13 14 15 and 16. Okay, now the second sub question is write the sequence of last numbers in each line. ഓക്കെ, ഓരോ ലൈനിലെയും ലാസ്റ്റ് നമ്പർ കാണിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ 1, ഇവിടെ 4 9 16 ആ ലൈനിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അറിയാം 1 then 4 then 9, പിന്നെ നമുക്ക് ഇവിടെ നീട്ടി 16. നെക്സ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പാറ്റേൺ എന്താ വന്നിരിക്കുന്നത്? ഇത് 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, ഇത് 4 സ്ക്വയർ. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും വരിക? നെക്സ്റ്റും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും, ദാറ്റ് ഈസ് 5 സ്ക്വയർ വിച്ച് ഇസ് 25. നെക്സ്റ്റ് 6 സ്ക്വയർ ആയിരിക്കും 36. അങ്ങനെ പോകും. ഓക്കെ, നൗ ദ തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് വിൽ ബി ദ ലാസ്റ്റ് നമ്പർ ഓഫ് ദി 9th ലൈൻ. അപ്പൊ നമുക്കിവിടെ 1 2 3 4 4th ലൈൻ വരെയാണ് കിട്ടിയിരിക്കുന്നത്. 9th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈനിലെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, ദാറ്റ് ഈസ് 1 സ്ക്വയർ. സെക്കൻഡിലെ 2 സ്ക്വയർ, തേർഡില് 3 സ്ക്വയർ, 4ല് 4 സ്ക്വയർ. അപ്പൊ 9ൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 9 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 81. നൗ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഓഫ് ദി 10th ലൈൻ. 9th ലൈൻ എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് നമ്പർ 81 ആണ്. അപ്പോൾ 10th ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും? ഷുവർ ഇറ്റ് വിൽ ബി 82. ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ. നൗ ലാസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ എന്തായിരിക്കും? 9th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ 9 സ്ക്വയർ, 10th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? 10 സ്ക്വയർ ആയിരിക്കും ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th ലൈൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ, തന്നിരിക്കുന്ന സീക്വൻസിന്റെ നമ്പർ സീക്വൻസിന്റെ പാറ്റേണുകൾ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതി അതിന്റെ മാർക്ക് ഷുവർ ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഡ്രോ ദ XY ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് A10 B61 C83 D33. അപ്പൊ നമ്മളോട് എക്സും വൈ ആക്സിസും ഡ്രോ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ തന്നിരിക്കുന്ന 4 കോർഡിനേറ്റ് പോയിന്റ്സുകൾ ഇവിടെ മാർക്ക് ചെയ്യാനാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കത് ആദ്യം മാർക്ക് ചെയ്യാം. 10 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 1, ദിസ് ഇസ് A. നൗ സെക്കൻഡ് 1 എന്ന് പറയുന്നത് എന്താണ്? 60 എന്ന് പറയുമ്പോൾ ഇവിടെ 6. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കോർഡിനേറ്റുകളോട് എഴുതി പോവുക, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നൗ C എന്ന് പറയുന്നത് 83 എന്ന് പറയുമ്പോൾ ഇവിടെ X 8 3 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ദിസ് ഇസ് C. ആൻഡ് D എന്ന് പറയുന്നത് 3 ഇവിടെ 3 ഇവിടെയും 3 ഇവിടെ വരും. ദെൻ 3. ഓക്കെ, നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ ABCD. അപ്പൊ നമ്മളിത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ABCD എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ ജോയിൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ക്വാഡ്രിലാറ്ററലിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നെയിം കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ഇത് ഓപ്ഷൻ എയിലാണ് നമ്മളിത് മാർക്ക് ചെയ്തത്. ഓപ്ഷൻ ബി
സബ് ക്വസ്റ്റ്യൻ എയിലാണ് നമ്മൾ ഈ ആൻസർ ചെയ്തിരിക്കുന്നത്. സബ് ക്വസ്റ്റ്യൻ ബിയിൽ ഏത് ഫിഗർ ആണ്, ഏത് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് എ പാരലലോഗ്രാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് ഇസ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് കോർഡിനേറ്റ്സ് ഒക്കെ തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 1 to 6 ആണ്, ഇത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിലാണ്. അപ്പോൾ ഇവിടെ 1 to 6 ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബേസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 3 ആയിരിക്കും. ഓക്കെ, on substituting we get 15 centimeter square. Now 33ാമത്തെ question. First sub question, draw a rectangle of sides 6 centimeters and 3 centimeters. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 6 സെന്റിമീറ്റർ ലെങ്ത്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ സ്കെയിലിൽ 6 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ച് നോർമലി നമ്മൾ ഒരു റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്തു. Now the second sub question is draw a square of same area. ഈ റെക്ടാംഗിളിന്റെ സെയിം ഏരിയയിൽ തന്നെ ഉള്ളൊരു സ്ക്വയർ കൂടെ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് നെയിം കൊടുക്കുക, എ ബി സി ഡി. ഓക്കെ, നൗ ബിയിൽ നിന്ന് ഒരു 3 സെന്റിമീറ്റർ വരക്കുക. നമ്മൾ ഇ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. നമുക്ക് അതിന്റെ റേഡിയസ് വേണം. റേഡിയസിന് വേണ്ടി ഈ ഒരു ലൈൻ എ എന്ന് പറയുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന്റെ മോർ ദാൻ ഹാഫ് ഒരു ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് വരക്കുക. ഓക്കെ, ഇതാണ് സെന്റർ ഓഫ് ദിസ് ലൈൻ എ ഇ. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. ഈ A2 ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബിയിൽ നിന്ന് സെമി സർക്കിളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഈ മെഷർ തന്നെ എല്ലാ സൈഡിലും എടുത്ത് സ്ക്വയർ വരക്കുക. ഓക്കെ, ഇത് ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുക്കുക. ഇവിടെ ഒരു ആർക്ക് വരക്കുക. ജോയിൻ ചെയ്യുക. വീണ്ടും ഇവിടെ ഒരു ആർക്ക് വരക്കുക. ഇതേ ഡിസ്റ്റൻസിൽ തന്നെ ജോയിൻ ചെയ്യുക. ഇതിന് നമ്മൾ HGF എന്ന് പേര് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മളൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. ഏരിയ എന്ന് പറയുന്നത് 6 into 3 18 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് √18 എന്നായിരിക്കും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 34th question. In triangle ABC, angle B equal to 90 degree, angle C equal to 30 degree, angle ADC is 120 degree. Also DC is 10 centimeters. അപ്പോൾ നമുക്കുള്ളൊരു ഫിഗർ തന്നിട്ടുണ്ട്. ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ, അവിടെ DC 10 സെന്റിമീറ്റർ, ആംഗിൾസുകൾ പ്രൊവൈഡഡ് ആണ് 120 ഡിഗ്രി, 30 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ DAC എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആംഗിൾ DAC എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ. ഇവിടെ നമുക്ക് ഓൾറെഡി 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. തേർഡ് ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി which is equal to 30 degree എന്ന് കിട്ടും. Therefore angle DAC is equal to 30 degree. Okay, now the second sub question is what is the length of AD? ഈ ഒരു ലെങ്ത് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. Since this triangle ADC is an isosceles triangle, അതുകൊണ്ട് sides opposite to equal angles are equal എന്നുള്ള റീസൺ എഴുതിക്കൊണ്ട് നമുക്ക് പറയാം AD is 10 centimeters. ഓക്കെ, റീസൺ ബ്രാക്കറ്റിൽ എഴുതാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ ADB. ആംഗിൾ ADB എന്ന് പറയുന്നത് ADB ഈ ആംഗിൾ ആണ്. ബൈ സേയിങ് ദ കേസ് ഓഫ് ലീനിയർ പെയർസ് we can say this angle ADB as 180 degree minus 120 degree which is equal to
60 degree. Okay. Now the fourth sub question is find the length of BD and AC. നമുക്ക് ബി ഡിയുടെയും എ സിയുടെയും ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. കാരണം ഇവിടെ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി, ഇവിടെ ഓൾറെഡി 90 ഡിഗ്രി ആണെന്നറിയാം. ദെൻ ദ തേർഡ് ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. ഇവരുടെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നതാണ് 1:√3:2. ഓക്കെ, അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. എ ഡി എന്ന് പറയുന്നത് 10. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഹാഫ് ഓഫ് ദാറ്റ് വാല്യൂ, ദാറ്റ് ഈസ് 10/2 വിച്ച് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ബി ഡിയുടെ വാല്യൂ കിട്ടി വിച്ച് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റേഴ്സ്. നെക്സ്റ്റ് എ സിയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 10 ഉണ്ട്, 5 ഉണ്ട്. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:√3:2 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 5√3 എന്ന് കിട്ടും. ഓർ നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. നമ്മളോട് എ സി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സിൻസ് ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, നമുക്ക് പൈത്തഗോറസ് തിയറം തന്നെ ഉപയോഗിക്കാം. Therefore, by Pythagoras theorem, AC is equal to √AB square plus BC square, which is equal to √5√3 the whole square plus 15 square. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10√3 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഈ √3ന്റെ കമ്പ്യൂട്ടേഷൻ, ഈ സ്ക്വയർ റൂട്ടിന്റെ വാല്യൂസ് ഒക്കെ വരുമ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. Question number 35. In the figure, the circle touches the sides of the circle ABC at P, Q and R. Angle A is given as 70 degree. Angle B is given as 60 degree. First sub-question. What is the measure of angle BPQ? BPQ ഈ ഒരു ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് ടാൻജന്റുകളാണ് ബി പിയും ബി ക്യൂയും. ഓക്കെ, ഇവരുടെ ആംഗിൾസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമുക്ക് അവരുടെ എങ്ങനെയാ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അതാണ് നമ്മുടെ ആംഗിൾ ബി പി ക്യൂവും ആംഗിൾ ബി ക്യൂ പിയും. അപ്പൊ നമുക്ക് ആൻസർ വേണ്ടത് ബി പി ക്യൂവിന്റെ മാത്രമാണ്. അപ്പൊ അത് എടുത്തെഴുതുക. Therefore, angle BPQ is equal to 60 degree. Now, the second sub-question is, what is angle PRQ? PRQ, ഈ ആംഗിൾ. ഇപ്പൊ നമ്മൾ ടാൻജൻസിന്റെ ചാപ്റ്ററിൽ പഠിച്ചത് ഒരു സർക്കിളിൽ ഒരു കോഡും അതിന്റെ ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ, ഒരറ്റത്തുള്ള ആംഗിൾ is equal to the angle which it makes on the part of the circle on other side. Okay, അപ്പോൾ റീസൺ എഴുതുക. In a circle, the angle which a chord makes with the tangent at one end on any side is equal to the angle which it makes on the part of the circle on the other side. ഇവിടെ angle BPQ is equal to angle PRQ. റീസൺ ബ്രാക്കറ്റിൽ എഴുതുക, ഞാനിപ്പോൾ പറഞ്ഞ റീസൺ. അതിനുശേഷം angle PRQ is equal to 60 degree. Now the third sub-question is find the measure of other two angles of the triangle PQR. Triangle PQRന്റെ ബാക്കിയുള്ള രണ്ട് ആംഗിൾസിന്റെ മെഷറുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ രണ്ട് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് കൺസിഡർ ട്രയാങ്കിൾ PAR. ഓക്കെ, ഇവിടെ സെയിം ഇതേ കണ്ടീഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ ഈ രണ്ട് ആംഗിൾസ് കിട്ടിയതുപോലെ തന്നെ ഇവിടെയും ആംഗിൾസ് കിട്ടും. അതായത് 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 അതാണ് നമ്മുടെ ആംഗിൾ PRAയും ആംഗിൾ RPAയും 55 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ രണ്ട് ആംഗിൾസ് 55 ഡിഗ്രി കിട്ടി. Now the same condition, ഒരു കോഡും അതിന്റെ ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എൻഡിലുള്ള ആംഗിള് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിളായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 55 ആണ്, ഇവിടെ നമുക്ക് 55 ഡിഗ്രി കിട്ടും. യൂസിങ് സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി നമുക്ക് തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ആംഗിൾ RPQ is equal to 180 degree minus 60 degree plus 55 degree which is equal to 65 degree. Angle PQR le angle PRQ is 60 degree, angle PQR is 55 degree, angle
QPR is 65 degree. Now the 36th question is, the sum of first 31 terms of an arithmetic sequence is 620. അപ്പോൾ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 31st ടേംസിന്റെ സം എന്ന് പറയുന്നത് 620 തന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ്സ് 16th ടേം. സോ നമുക്ക് ആദ്യം തന്നെ ഏത് വാല്യൂ ആണ് ഗിവൺ ആയിട്ടുള്ളത് അതെടുത്ത് എഴുതുക. അതിൽ നിന്ന് എന്തെങ്കിലും ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. സോ നമുക്ക് S31 ആണ് 620 എന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് സം ഓഫ് ഫസ്റ്റ് 31 ടേംസ്. ഒരു സം ഓഫ് n ടേംസിന്റെ ഫോർമുല എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d അല്ലെ. ഹിയർ S31 നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 31/2 ഇൻറ്റു 2a പ്ലസ് 30d. Okay, here it is given as 620, which is equal to 31/2 into 2a plus 30 into d. A plus 15d is equal to 620 divided by 31, which is equal to 20. Okay, ഇതൊരു ഇക്വേഷൻ ആയിട്ട് എടുക്കുക. നോ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16th ടേം ആണ്. 16th ടേം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? A plus 15d. A plus 15d എന്ന് പറയുന്നത് 20 ആണെന്ന് ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. therefore the 16th term is 16th term എന്ന് പറയുന്നത് 20 ആണ്. Okay, now the second sub question is, what is the sum of 15th and 17th term? 15th ടേമിന്റെയും 17th ടേമിന്റെയും സമ നമ്മൾ എങ്ങനെ എഴുതുക? ദിസ് ഇസ് a plus 14d പ്ലസ് a plus 16d. ഇതിന്റെ സം എടുക്കുക. ദാറ്റ് ഇസ് 2a plus 30d. നമുക്ക് ഓൾറെഡി അറിയാം 2a plus 30d എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് ഫോം ചെയ്യാം. ഇതൊരു ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഫ്രം ഇക്വേഷൻ 2, ദാറ്റ് ഇസ് 2a plus 3d is equal to 620 into 2 by 31. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 20 കിട്ടും, which is equal to 40. That is the sum of 15th term and the 17th term is 40. Now the third sub question is, find the sum of first and 31st term. അപ്പോൾ ഫസ്റ്റ് ടേമിന്റെയും 31st ടേമിന്റെയും സമാണ്. That is first term is a, 31st term is a plus 30 into d, 2a plus 30d, which is equal to 40. നമുക്ക് ഇവിടെ കിട്ടിയത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ വാല്യൂ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ആകെ ചെയ്യാനുണ്ടായിരുന്നത്, നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള ഫസ്റ്റ് 31st ടേംസിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഓരോ ഇക്വേഷൻസുകൾ ഫോം ചെയ്തു. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നൗ ദ 37th question. The circle touches the sides of a triangle ABC at P, Q and R. Angle A is 50 degree. What is angle POQ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ സർക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ സൈഡ്സിനെ ടച്ച് ചെയ്തതാണ്. ട്രയാങ്കിൾ ABC ആണ്. ഇവിടെ O എന്ന് പറയുന്നത് സെന്റർ ആണ്. ആംഗിൾ A 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ POQ. ദിസ് ഇസ് ആംഗിൾ POQ. ഇവിടെ ആംഗിൾ 50 ഡിഗ്രി എന്ന് പറയുന്നത് രണ്ട് ടാൻജന്റിന്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ ആണ്. അപ്പൊ നമുക്കറിയാവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ്സ് ആൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സ്മോൾ ആർക്ക് ഇസ് സപ്ലിമെന്ററി. അപ്പൊ ഇവിടെ 50 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ POQ എന്ന് കിട്ടും 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി, വിച്ച് ഇസ് ഈക്വൽ ടു 130 ഡിഗ്രി. ഓക്കെ, അപ്പൊ സൈഡിലെ കണ്ടീഷൻ എഴുതുക. എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സ്മോൾ ആർക്ക് ആർ സപ്ലിമെന്ററി. ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ മാർക്ക് കൂടുതലുള്ള കണ്ടീഷൻ ആണെങ്കിലും ഇനിയിപ്പോ ഒരു മാർക്കിന്റെ ഒക്കെ ആണെങ്കിലും റീസൺ സൈഡിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, draw a circle of radius 2 centimeters. Draw the triangle with two angles 50 degree and 70 degree and all its sides as tangents to the circle. ഫസ്റ്റ് നമ്മൾ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അതിന് വേണ്ടിയിട്ട് സ്കെയിലിൽ 2 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. 2 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഒരു റേഡിയസ് പോലെ വരയ്ക്കുക. റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ വേണ്ട ആംഗിൾസ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ആണ്. അപ്പോൾ ഇവരുടെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 130 ഡിഗ്രിയും 70 ഡിഗ്രിൻ്റെത് 110 ഡിഗ്രിയാണ്. അപ്പൊ നമ്മളിവിടെ ആദ്യം ഫസ്റ്റ് 110 ഡിഗ്രി എടുക്കുക. ഈ 130 ഡിഗ്രി എടുക്കുക.
this is 110 degree and this is 130 degree. റിമൈനിങ് എന്ന് പറയുന്നത് ടോട്ടൽ 360 ഡിഗ്രി ആവുമ്പോൾ അതിൽ നിന്ന് 130 ഡിഗ്രി പ്ലസ് 110 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 120 ഡിഗ്രി ആയിരിക്കും. പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 120 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഒന്നല്ലെങ്കിൽ ഈ ഓരോ ലൈനിൽ നിന്നും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കോമ്പസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രി എടുത്ത് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക, പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി, 50 ഡിഗ്രി ആൻഡ് ഹിയർ വിൽ ബി 60 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെയാണത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. Now the 38th question is, the diameters of two spheres are in the ratio 2:3. First sub question, what is the ratio of their radii? Okay, അപ്പൊ നമുക്ക് ഡയമീറ്ററിന്റെ റേഷ്യോ 2:3 തന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും നമ്മുടെ റേഡിയന്റെയും റേഷ്യോ ഉണ്ടാവുക. സോ ദാറ്റ് വിൽ ബി R1:R2 which is 2:3. Okay. Now the second sub question is, find the ratio of their surface area. Surface area of a sphere എന്താണ്? It is 4 pi r square അല്ലേ? അപ്പൊ നമ്മള് റേഡിയസിനെ R1:2 സെക്കൻഡ് സ്ഫിയറിന്റെ സർഫസ് ഏരിയനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 pi into 2 square is to 4 pi into 3 square which is equal to 4:9. Now the third sub question is, if the surface area of the first sphere is 16 pi square centimeters, find the surface area of the second sphere. So surface area of the first sphere ന്റെ സർഫസ് ഏരിയനെ നമ്മൾ A1 എന്ന് റെപ്രസെന്റ് ചെയ്യുക. സെക്കൻഡ് സ്ഫിയറിന്റെ സർഫസ് ഏരിയനെ നമ്മൾ A2 എന്ന് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ A1/A2 എന്ന് പറയുന്നത്, A1 നമുക്ക് പ്രൊവൈഡ് ആണ് 16 pi by A2. A1/A2 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. A1:A2 ആയിട്ട്, that is equal to 4/9. On equating we get A2 is equal to 16 pi into 4 into 9/4 which is equal to 36 pi centimeter square. This is the surface area of the second sphere. Now 39th question is, the following table shows the students in a class sorted according to their heights. അപ്പോൾ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഹൈറ്റ്സ് ഇൻ സെന്റിമീറ്റർ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അങ്ങനെയാണ് ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ സ്റ്റുഡൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഹൈറ്റ്സ്, സ്റ്റുഡന്റ് അറ്റ് വാട്ട് പൊസിഷൻ വിൽ ബി ഇൻ ദ മിഡിൽ. ഈ തന്നിരിക്കുന്ന ടേബിൾസിലെ ഡീറ്റെയിൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഹൈറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഏത് പൊസിഷനിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും മിഡിലിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോ മിഡിൽ പൊസിഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ആ ടേബിളിനെ ഇൻക്രീസിംഗ് ഓർഡറിലാക്കി എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 130 to 140 അങ്ങനെ ഒരു ക്ലാസ് ഇന്റർവെൽ പോലെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മളത് ബിലോ 140, ബിലോ 150, ബിലോ 160, ബിലോ 170, ബിലോ 180 ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതി. അപ്പോൾ ബിലോ 140 വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. ബിലോ 150 വരുമ്പോൾ 9 plus 10, 19. Then below 160 വരുമ്പോൾ 10 plus 19, that is 29. അങ്ങനെ ഫ്രീക്വൻസി ആഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ടോട്ടൽ വരുന്നത് 45. നോ, നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത് 45 ആണ്. അപ്പൊ നമുക്ക് മിഡിൽ പൊസിഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 45/2th പൊസിഷൻ. ഓക്കെ, അതാണ് അതിന്റെ മിഡിൽ പൊസിഷൻ. അതെന്ന് പറയുന്നത് 45/2 എന്ന് പറയുന്നത് 22.5 എന്ന് വരും. 22.5 എന്ന് പറയുന്നത് ഒരു പൊസിഷൻ ആവില്ല അല്ലെ? ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു റിയൽ നമ്പർ ആയിരിക്കണ്ടേ, ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പർ ആയിരിക്കരുത്. സോ നമ്മൾ അതിനൊരു അപ്രോക്സിമേറ്റ്ലി 23rd പൊസിഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് അസ്യൂംഡ് ടു ബി ദ ഹൈറ്റ് ഓഫ് ദ 20th പൊസിഷൻ? വാട്ട് ഈസ് അസ്യൂംഡ് ടു ബി ദ ഹൈറ്റ് ഓഫ് ദി 20th സ്റ്റുഡന്റ്? 20th സ്റ്റുഡന്റിന്റെ ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഫിഗറിൽ അറിയാം, 20th സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ബിലോ 150 റേഞ്ചിൽ 19 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 20th സ്റ്റുഡന്റിനെ കിട്ടും.
ഇവിടെ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്, ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10/10 is equal to 1. അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 20th സ്റ്റുഡന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 പ്ലസ് 10 into 1/10. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 151. Now the third sub question is find the median height. Median height എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? That is median എന്ന് പറയുന്നത് 23rd പൊസിഷന്റെ മീഡിയൻ ആണ്. That is 150 plus 10 into 4/10. സോ നമ്മൾ മിഡിൽ പൊസിഷൻ 23rd പൊസിഷൻ ആണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മീഡിയൻ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 23rd പൊസിഷൻ. അപ്പോൾ 90ൽ നിന്ന് 23ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഡിഫറൻസ് ആണുള്ളത്. ഇവിടെ ഇവരുടെ കോമൺ ഡിഫറൻസ് 10 തന്നെയാണ്. അപ്പോൾ 90ൽ നിന്ന് താഴെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ നമുക്ക് 23rd പൊസിഷൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 150യേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെയാ കിട്ടുക? 150 പ്ലസ് ഈ 10 into 4 divided by 10. ഓക്കെ, അപ്പൊ നമുക്ക് മീഡിയൻ ഹൈറ്റ് കിട്ടും. Now the 14th question is, first sub question, the figure shows a ladder leaning against a wall. It makes an angle 60 degree with the foot, means with the floor. The foot of the ladder is 2 meters away from the wall. Find the length of the ladder. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ആ ഫിഗർ എന്ന് പറയുന്നത് ഒരു ലാഡർ ആണ്, ലീനിങ് ടു ദ വാൾ. ഇതാണ് ലാഡർ, അത് വാളിലേക്ക് ചാരി വെച്ചിരിക്കുകയാണ്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. ഫ്ലോറിനായിട്ട് അതുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഓക്കെ, ദ ഫൂട്ട് ഓഫ് ദ ലാഡർ ഇസ് 2 മീറ്റർ എവേ ഫ്രം ദി വാൾ. ഇതെന്നാണ് 2 മീറ്റർ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ലാഡർ ആണ്. നമുക്ക് ലാഡറിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് AC. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 60 ഡിഗ്രി ആണ്, ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 30 ഡിഗ്രി. വിൽ ബി 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ അവരുടെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2. ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2 ആണെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് വരിക. ദാറ്റ് വിൽ ബി 4. ഓക്കെ, therefore AC is equal to 4, which is the length of the ladder. മനസ്സിലായില്ലേ? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യനെ തന്നെ ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ സെയിം ലാഡർ ഇസ് കെപ്റ്റ് സച്ച് ദാറ്റ് ദ ആംഗിൾ വിത്ത് ദ ഫ്ലോർ ഇസ് 30 ഡിഗ്രി, ഹൗ ഹൈ വിൽ ഇറ്റ്സ് ടോപ്പ് ബി ഫ്രം ദി ഫ്ലോർ? ഹൗ ഫാർ ഇസ് ദ ഫൂട്ട് ഓഫ് ദി ലാഡർ ഫ്രം ദി വാൾ? ഓക്കെ, ഇതേ ലാഡർ തന്നെ 30 ഡിഗ്രിയിലാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 60 ഡിഗ്രി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നത്? ഹൗ ഹൈ വിൽ ഇറ്റ് സ്റ്റോപ്പ് ഫ്രം ദി ഫ്ലോർ? ഇത് സെയിം ലാഡർ ആയതുകൊണ്ട് ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ലാഡർ ദാറ്റ് ഈസ് 4. ഓക്കെ, അത് നമുക്കറിയാം. ഇവിടുത്തെ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി തന്നെയാണ്. കാരണം ഇവിടെ 30 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. റീസൺ സം ഓഫ് ആംഗിൾ ഇസ് 180 ഡിഗ്രി. ഇതിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഓക്കെ, ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4 ആണ്. അപ്പൊ അതിന്റെ ഹാഫ് ആയിരിക്കും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് ഹിയർ വിൽ ബി 2. Therefore QR is equal to 2 meter and PQ will be 2√3 meters. ഓക്കെ, സെയിം ഒരേ കണ്ടീഷൻ തന്നെ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ആൻസറും ചെയ്തിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇൻ ട്രയാങ്കിൾ PQR. Question number 41. In the figure, the chords AB and CD are extended to meet at P. AB equal to 4 centimeters, PC equal to 5 centimeters and CD is equal to 7 centimeter. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അതിലത്തെ രണ്ട് കോഡ്, അതായത് CDയും AB എന്ന് പറയുന്ന രണ്ട് കോഡ് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതില് AB 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, PC 5 തന്നിട്ടുണ്ട്, ദെൻ CD 7 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് PD? PDയുടെ ലെങ്ത് എന്താണ്? PCയും തന്നിട്ടുണ്ട്, CDയും തന്നിട്ടുണ്ട്. സോ PD is equal to 5 plus 7 which is equal to 12 centimeters. Okay, now the second sub question is,
if the length of PA is taken as x, then what is the length of PB? നമ്മൾ പി എനെ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ബിയുടെ ലെങ്ത് എന്തായിരിക്കും? എ ബി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എ ബി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്നുള്ളത് ഗിവൺ ആണ്. ഇതൊക്കെ നമ്മൾ എടുത്ത് എഴുതണം, കാരണം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണോ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതൊക്കെ എടുത്ത് ആദ്യം എഴുതണം. ഓക്കെ, ഇവിടെ പി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, സി ഡി ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ ഗിവൺ എടുത്ത് എഴുതുക. അതിനുശേഷം ഇത് പി സി പ്ലസ് പി ഡി സി ഡി എന്നുള്ളത് എടുത്ത് കാണിക്കുക. ഓക്കെ, now this is AB 4 cm തന്നിട്ടുണ്ട്. പി എനോട് നമുക്ക് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞു. then PB will be x plus 4. okay, now the third sub question is form a second degree equation in x and find the length of PA. എക്സ് ബേസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നത് രണ്ട് കോഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന റിലേഷൻ എന്ന് പറയുന്നത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി അല്ലേ. രണ്ട് കോഡുകൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഇക്വേഷൻ അവിടെ റിലേഷൻ എന്ന് പറയുന്നത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പി എ എക്സ് ആയിട്ടുണ്ട്, പി ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 which is equal to PC into PD എന്ന് പറയുമ്പോൾ 5 into 12 which is x square plus 4x is equal to 60. either നമുക്ക് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 4x ഇതിന്റെ കൂടെ ഇതിനെ ഇപ്പോൾ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ ഒരു 2 സ്ക്വയർ വരണം which is equal to, ഇവിടെയും ആ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി ഇവിടെയും നമ്മൾ 2 സ്ക്വയർ വെച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ is equal to 64 എന്നെടുക്കാം. എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 64. ദിസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8 എന്ന് കിട്ടും. ദെയർഫോർ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എക്സ് ഒന്നല്ലെങ്കിൽ 6 എന്ന് കിട്ടും, അല്ലെങ്കിൽ എക്സ് മൈനസ് 10 ആയിട്ട് കിട്ടും. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഇതേ ആൻസർ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ഒരു ഫോമുല ആയതുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിന്റെ ഫോം ആയിരിക്കും, അതുകൊണ്ട് 2 സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടുക. ചില കേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ വെറുതെ ചിന്തിച്ച് സമയം കളയാതെ ഓൾറെഡി ഉള്ള നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ 6 എന്ന് കിട്ടി. ദെയർഫോർ നമ്മുടെ പി എന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആയിട്ട് കിട്ടി. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 42. The coordinates of the end points of a diameter of a circle are 3, 4 and -3, -4. അപ്പോൾ നമുക്ക് ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്സുകളാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് എൻഡ് പോയിന്റ്സുകൾ, രണ്ട് എൻഡ് കോർഡിനേറ്റ് പോയിന്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ സെന്റർ അതിന്റെ കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് അറിയാം രണ്ട് എൻഡ് പോയിന്റ്സുകൾ തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിഡ് പോയിന്റ് ആണ് നമുക്ക് ഇവിടെ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതൊക്കെ ഫോക്കസ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതുക. ദാറ്റ് ഇസ് 1/2 x2 മൈനസ് x1, 1/2 y2 മൈനസ് y1. ഓക്കെ, ഇതാണ് മിഡ് പോയിന്റ്. ഇനി നമ്മൾ ഇവിടെ ഇത് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി, നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് അതെടുത്ത് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. എന്നിട്ട് ഈ ഓരോ വാല്യൂസുകൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് വിൽ ബി ഈക്വൽ ടു -3 + 3 divided by 2, -4 + 4 divided by 2, which will be equal to 0. That is origin. Okay, now the second sub question is what is the radius of the circle? Circle radius എന്താണ്? അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെന്ററിൽ നിന്ന്, ഇതിപ്പോൾ സെന്റർ ആയതുകൊണ്ട് സെന്ററിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഒറിജിൻ ഒരു കോർഡിനേറ്റ് പോയിന്റ് ആകുമ്പോഴുള്ള ഇക്വേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് x square plus y square അല്ലേ. that is square root of 3 square plus 4 square which is equal to 9 plus 16 that is equal to root 25 എന്ന് വരും, which is equal to 5. ഓക്കെ, അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 5 ആയിട്ട് കിട്ടി. ഓക്കെ, തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ, ഫോക്കസ് ഏരിയയിൽ പറയാത്ത ഒരു ഭാഗമാണ്, എന്നാലും നമുക്കത് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാം. സർക്കിളിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ
ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അതായത് സർക്കിളിന്റെ ഒറിജിൻ സെന്റർ ആയിട്ട് വരുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -0 the whole square plus y minus 0 the whole square which is equal to 5 square. This is x square plus y square is equal to 25. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സെന്റർ ഒറിജിൻ ആവുമ്പോഴുള്ള കേസ് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. Question number 43. The base, radius and height of a cylindrical block of wood are 8 centimeters and 15 centimeters. A cone of maximum size is carved out of this. അപ്പോൾ നമ്മളൊരു വുഡ് സിലിണ്ടറിക്കൽ ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബേസ് റേഡിയസ് 8 എന്ന് തന്നിട്ടുണ്ട്, ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ മാക്സിമം വലിപ്പമുള്ള ഒരു കോൺ അതിൽ നിന്ന് കാർവ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നതും ഈ ഒരു സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നതും സെയിം തന്നെ ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. സോ ഇവിടെ നമുക്ക് ഓൾറെഡി റേഡിയസ് എന്ന് പറയുന്നത് സെയിം 8 തന്നെയായിരിക്കും. സോ റേഡിയസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റേഴ്സ്. ഏതൊക്കെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്? ബേസ് റേഡിയസ് ഇസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് 15 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. സോ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് L is equal to square root of h square plus r square which is equal to 15 square plus 8 square that is equal to square root of 289. Square root of 289 എന്താണ്? 17. ഓക്കെ, സോ സ്ലാൻഡ് ഹൈറ്റ് 17. സോ ഇത് നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ് സ്ലാൻഡ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ റേഡിയസ് ഓഫ് ദ കോൺ 8 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ കോണും സെയിം ആസ് സിലിണ്ടർ തന്നെയാണ്. ഹൈറ്റ് ഓഫ് ദ കോൺ വിച്ച് ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലാണ് നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതാണ് സ്ലാൻഡ് ഹൈറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വെൻ ദ ഹൈറ്റ് ആൻഡ് റേഡിയസ് ഇസ് പ്രൊവൈഡഡ്. Now the third sub question is find the curved surface area of this cone. Curved surface area of a cone the formula എന്താണ്? Pi r L which is equal to pi into 8 into 17 which is equal to 136 pi centimeter square. എപ്പോഴും യൂണിറ്റ് എഴുതാനും മറക്കരുത്. ഓക്കെ, question number 44. In the figure, angle AEB is 90 degree, angle C is 50 degree and angle D is 130 degree. അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അവിടെ ആംഗിൾ AEB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓൾസോ ആംഗിൾ C 50 degree, angle D is 130 degree. First sub question, if a circle is drawn with AB as a diameter, where is the position of E? AB diameter ആയിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ ഇന്റെ പൊസിഷൻ എവിടെയായിരിക്കും? അപ്പോ ആംഗിൾ ഇ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് പൊസിഷൻ ഓഫ് ഇ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് സി ആൻഡ് ഡി വിത്ത് റെസ്പെക്ട് ടു ദിസ് സർക്കിൾ. ഈ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ സിന്റെയും ഡിന്റെയും പൊസിഷൻ എവിടെയാണെന്ന് പറയാം. ഓക്കെ, ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിൾ സി ഇസ് 50 ഡിഗ്രി വിച്ച് ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി മീൻസ് ഇൻസൈഡ് ദ സർക്കിൾ, ആൻഡ് ആംഗിൾ ഡി ഹിയർ ഇറ്റ് ഇസ് 130 ഡിഗ്രി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി മീൻസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, നൗ third sub question, is it possible to draw a circle through the 4 points A, B, C and D? Why? Yes. എങ്ങനെയാണ്? ഇവിടെ ഡിയും ഇവിടെ സിയും. ഓക്കെ, ഇത് രണ്ടിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. മീൻസ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓക്കെ, ഇവിടെ ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഷുവർ ആയിട്ടും ഇവിടെ രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. മീൻസ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എല്ലാ വെർട്ടിസസിനെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരു സർക്കിള് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ബിക്കംസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. അപ്പൊ ആ റീസൺ എഴുതാം. സോ ഇതിന് ഇങ്ങനെ എഴുതാം: ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി ആണ്, therefore we can draw a circle passing through A, B, C and D. Okay. 45th question is, read the following mathematical concept and answer the question that follow. Let us examine the natural numbers which are powers of 2. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, ഫോക്കസ് ഏരിയാസ് ഒന്നുമല്ല, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ഓഫ് എ പവർ ഓഫ് 2. പവർ ഓഫ് 2ഉം അതിന്റെ വൺസ് പ്ലേസിലുള്ള
ഡിജിറ്റിന്റെയും ഒരു ടേബിളാണ് നമുക്ക് പ്രൊവൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഒരു സൈക്ലിക് റെപ്പിറ്റേഷൻ ആണ് ഇവിടെ ഉള്ളത്. 2486 2486 അങ്ങനെ 4 എണ്ണം കൂടുന്തോറുമുള്ള റെപ്പിറ്റേഷൻ ആണ് നമുക്ക് ഇവിടെ വാല്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ഓഫ് ദ പവർ ഓഫ് 2 3 4 6 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2486 തന്നെ 4 പ്രാവശ്യം കൂടുന്തോറും റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഇല്ലാത്ത നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ ആൻസർ 3. Now the second sub question is which of the following is the ones place of digit in 2 raised to 9? ഇവിടെ 2 raised to 8 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 then that will be 2. Now the third sub question is what is the ones place digit in 2 raised to 100? 2 raised to 100 ന്റെ ones place digit എന്ന് പറയുന്നത് it will be 6. Now the fourth sub question is ones place digit of 2 raised to n എന്ന് പറയുന്നത് 6 ആണെങ്കിൽ n ന്റെ വാല്യൂ എന്താണ്? That will be 12. Okay, answer is 12. And the last sub question is m plus n is equal to 26 എന്ന് തന്നിട്ടുണ്ട്. We have 2 raised to m into 2 raised to n. Okay, what is a one place digit? അപ്പോൾ ഇതിനെ നമുക്ക് 2 raised to m plus n എന്ന് എഴുതാം, which is equal to 2 raised to 26. ഇവിടെ 2 raised to 26 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. Therefore ഇവിടെ വൺസ് പ്ലേസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. 45 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഓരോ 3 ഭാഗങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ 19th നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം ഒന്നുകൂടെ റിവിഷൻ പോലെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. കാരണം ഫോക്കസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് എല്ലാം ഈ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ എടുത്ത വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ, ഏതെങ്കിലും സെക്ഷൻ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റിൽ വഴി ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.